Hello everyone, welcome back to Raj Talks. വിലായത് ബുദ്ധ ഡയറക്റ്റഡ് ബൈ ജയൻ നമ്പ്യാർ. ഈ ബി ആർ ഇന്ദുഗോപൻ്റെ തന്നെ ഒരു നോവലായിട്ടുള്ള വിലായത് ബുദ്ധയുടെ ദൃശ്യാവിഷ്കരണം. നോവൽ ഞാൻ വായിച്ചിട്ടില്ല. വിലായത് ബുദ്ധ എന്ന് പറയുന്നത് ഒരു ചന്ദനമരമാണെന്ന് തന്നെ മനസ്സിലാക്കിയത് ഇതിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോഴാണ്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള, വിഷ്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് പുതിയ കാര്യങ്ങൾ നമുക്കറിയുന്ന ഈ ചന്ദനമരത്തിൻ്റെയൊക്കെ ലീഗാലിറ്റിയും ടെക്നിക്കാലിറ്റിയും അതിൻ്റെ വളർച്ചയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു സിനിമയിൽ നിന്ന് ഒരുപാട് ടേക്ക് അവേ ഇങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ അങ്ങനെ പ്രത്യേകതയുള്ള ഒരു സിനിമ. നോവൽ വായിച്ചവർക്ക് ഒരു പക്ഷേ ചിലപ്പോൾ വിഷ്വലി കുറച്ചുകൂടെ മനസ്സിൽ ഓടുകയും പ്രതീക്ഷ ചിലപ്പോൾ ഹൈ ആയിരിക്കും. അങ്ങനെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അങ്ങനെ വലിയ പ്രതീക്ഷയില്ലാതെ ട്രെയിലർ കണ്ട് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ പോയി കണ്ടതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഒരു വൺ ടൈം വാച്ചായിട്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമ. ബട്ട് നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായം സ്വയം ഉണ്ടാക്കുക. ഇനി അങ്ങോട്ട് പറയുന്നതിൽ ചെറുതും വലുതുമായിട്ടുള്ള സ്പോയിലേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. സോ പ്ലീസ് വാച്ച് അറ്റ് യുവർ ഡിസ്ക്രിഷൻ. എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, തൂവള്ള പ്രകാശൻ എന്ന് പറഞ്ഞിട്ടുള്ള, എല്ലാവരും ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും, വളരെ ശക്തമായിട്ടുള്ള ഷമ്മി തിലകൻ്റെ, നമ്മുടെ തിലകൻ ചേട്ടൻ്റെയൊക്കെ ഒരുപാട് സാദൃശ്യങ്ങൾ തോന്നുന്ന, എങ്കിൽ അതുപോലെ കോപ്പി അടിച്ച് വയ്ക്കാതെ സ്വതസിദ്ധമായ ശൈലിയിൽ ഷമ്മി തിലകൻ്റെ വോയിസ് മോഡുലേഷനും കാര്യങ്ങളും എല്ലാം വളരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള, നാടകം പോലുള്ള ഡയലോഗുകളൊക്കെ പുള്ളി പറയുമ്പോൾ അതിന് കിട്ടുന്ന ഒരു മീറ്ററുണ്ട്, അത് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു മീറ്ററുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ പടം തുടങ്ങി ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് പുള്ളിയുടെ ഒരു ഷോയാണ്. അത്രയും സെൽഫ് ഒബ്സസ്ഡ് ആയിട്ടുള്ളൊരു മനുഷ്യൻ, സ്വയം പ്രൊമോട്ട് ചെയ്യുക, സ്വന്തം വ്യക്തിത്വത്തിലൂടെ ബാക്കിയുള്ളവരെ വളരാൻ വിടുക, സഹായിക്കുക, അതിലൂടെ ആനന്ദം കണ്ടെത്തുക, ചെറിയ സെൽഫ് പ്രൊമോഷന് വേണ്ടിയിട്ടൊരു ചെറിയ രീതിയിലാണെങ്കിലും ചില സീനൊക്കെ എലിവേറ്റ് ചെയ്ത് വിടുന്നതൊക്കെയുണ്ട് പുള്ളി ചെയ്യുന്നത്. അത് പുള്ളിയുടെ ലൈഫിലെ സീനുകളാണ് പുള്ളി അത് കാണുന്നതൊക്കെ. അതൊക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ നിറഞ്ഞു നിന്ന മനുഷ്യൻ സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്കും ഡബിൾ മോഹൻ എന്ന് പറഞ്ഞ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിൻ്റെ ഷോ ഓഫിൽ കുറച്ച് മുങ്ങിപ്പോകുന്നുണ്ട്. അതായത് സ്ക്രീൻ പ്ലേയിൽ പുള്ളിയുടെ പ്രസൻസ് മുങ്ങിപ്പോകുന്നുണ്ട്. പിന്നെയും പുള്ളി സെക്കൻഡ് ഹാഫിൽ 5 വർഷത്തെ, അതായത് കഥ തുടങ്ങുമ്പോൾ 2019 ബാക്ക് ഡ്രോപ്പിൽ പറഞ്ഞിട്ട് 2024 പിന്നെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് വരുമ്പോൾ ഉള്ള തൂവള്ള പ്രകാശൻ്റെ, എന്താ പറയുക, ജൂനിയർ തിലകൻ്റെ വേഷപ്പകർച്ചയിലും ഒക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. ടുവേർഡ്സ് എ ക്ലൈമാക്സ് ഉള്ള പുള്ളിയുടെ ചേഞ്ച്, പുള്ളിയുടെ കെഞ്ചൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെയുണ്ട്. പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ ആർക്ക് നല്ല രസമായിട്ട് തന്നെ ഷമ്മി തിലകൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രിയംവദ നമ്മുടെ പൃഥ്വിരാജിൻ്റെ പെയറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഇതിൽ പോലും എഴുത്ത് ഭയങ്കര ശക്തമാണ്. എനിക്കതാണ് തോന്നിയത്. കാരണം ഒരുപാട് കാര്യങ്ങൾ വിഷ്വലി പറയാൻ ശ്രമിച്ചിട്ടില്ല. അതൊരു ഭയങ്കര ഡ്രോബാക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. കാരണം ഇതിൽ ഇത്രയും കണ്ടൻ്റ് ഉണ്ട്. ഇതിനകത്ത് ഇവരുടെ സ്നേഹത്തിന് ഒരു സെൽഫ് ഒബ്സഷനുണ്ട്, ഒരു സെൽഫിഷായിട്ടുള്ളൊരു കാരണങ്ങളുണ്ട് എല്ലാവർക്കും. ഇതിലെ മെയിൻ കഥാപാത്രമായ ഷമ്മി തിലകൻ്റെ ക്യാരക്ടറിനാണെങ്കിലും, ഡബിൾ മോഹനായിട്ടുള്ള പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറാണെങ്കിലും, പ്രിയംവദയുടെ ക്യാരക്ടറിനാണെങ്കിലും, ഷമ്മി തിലകൻ്റെ മകനായിട്ടുള്ള അനു മോഹൻ്റെ കഥാപാത്രം, പുള്ളി ഒരു ചെറിയ, പുള്ളിക്ക് അവിടെ ഇവിടെയൊക്കെ റോളുകളുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കത്തിക്കയറുന്ന പുള്ളിയുടെ ഒരു മീറ്ററുണ്ട്, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി അത്, എന്താ പറയുക, അത് നമ്മൾ വിചാരിക്കും ആരെങ്കിലും ഇങ്ങനെ ഈ ഷമ്മി തിലകനോട് ഇങ്ങനെ പൊട്ടിത്തെറിക്കണം എന്നുള്ള സ്ഥലത്ത് പുള്ളി അത് ഒരു ഭയങ്കര ബ്ലാസ്റ്റായിട്ട് ചെയ്തിട്ട് അതിനൊരു നല്ല ഇമ്പാക്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ ഒരുപാട് ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് മാസ് രംഗങ്ങളും കാര്യങ്ങളും ഒക്കെ, അതിലോട്ടൊക്കെ ഫോക്കസ് പോകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് പോയിട്ട് പിന്നെ ഫോക്കസ് മുഴുവൻ ഇത്തരം രംഗങ്ങളിലോട്ടാണ് പോകുന്നത്. പക്ഷേ അല്ലാതെ തന്നെ ഇപ്പോൾ സച്ചിയൊക്കെ ചെയ്തിരുന്നെങ്കിൽ അയ്യപ്പനും കോശിയിലുമുള്ള ആ ഈഗോ ടസിൽ അത് നല്ല രസമായിട്ടാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഇമ്പാക്റ്റ് ഇവിടെ കിട്ടുന്നില്ല. എസ്പെഷ്യലി ഇതൊരു ഈഗോ അല്ല, ഇതൊരു, എന്താ പറയുക, ഒരു 10 പേരുടെ മുമ്പിൽ നല്ല പേര് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും ജീവിക്കുന്നത്. അപ്പോൾ ആ പേര് പോയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഏതൊരു ക്യാരക്ടറിനും അത് കോമൺ ആയിട്ടുള്ളൊരു എലിമെൻ്റാണ് ഇതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സിനും. അത് പോയി കഴിയുമ്പോൾ അത് തിരിച്ചു പിടിക്കാനുള്ള മനുഷ്യൻ്റെ വ്യഗ്രത, അതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോവുകയും അത് നമുക്ക് ഒരു പക്ഷേ അഫക്റ്റ് ആവാത്ത ഒരാൾക്ക്, പ്രേക്ഷകർക്കുൾപ്പെടെ അതിനെ ലോജിക്കലി ഇങ്ങനെ ഒരാൾ ചിന്തിക്കുമെന്നുള്ളിടത്ത്
പിന്നെ അവസാനം ഇതിലേക്ക് എത്തുമ്പോൾ ഈ ക്യാരക്ടറിൻ്റെ ആ ഒരു വ്യഥയിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും, ചിന്തിച്ചു പോകും. ആരും ചിന്തിച്ചു പോകും ഈ ചെയ്തതെല്ലാം ഏതൊരു മനുഷ്യനും ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ള രീതിയിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഡയലോഗുകളുണ്ട്. പക്ഷേ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സിനിമ എടുക്കുന്ന നേരം അതിന് വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത ഒരുപാട് മാസ് രംഗങ്ങൾ, അപ്പോൾ അങ്ങനെയൊക്കെ പോയി പോയി നമ്മൾ ഇതിൽ നിന്ന് ഡിസ്കണക്റ്റായി ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് ക്ലൈമാക്സിൽ ഈ ഈ സംഭവങ്ങളും ഡയലോഗുകളും ഒക്കെ വരുന്നത്. അപ്പോൾ അതൊരു വലിയ പോരായ്മയായിട്ട് തോന്നി. പക്ഷേ സ്റ്റിൽ ഇത് ഡെഫിനറ്റ്ലി ഒരു വൺ ടൈം വാച്ചാണ്. ഇതിൻ്റെ മേക്കിങ്ങും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിയുമ്പോൾ മേക്കിംഗ് എപ്പോഴും ഒരു പഴഞ്ചൻ സ്റ്റൈലൊരു ഫീല്, അതായത് ഇപ്പോഴത്തെ ഒരു പുതിയ ക്രിസ്പായിട്ടുള്ള എഡിറ്റോ അങ്ങനത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു സീൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഒരു പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് ഒരു വേദി ഒരുക്കിയിട്ട് അവർ എതിർ പാർട്ടിയെ ഇങ്ങനെ ഡീഫെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രസംഗം ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ നീണ്ട ഒരു എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അത്രയൊന്നും ആവശ്യമില്ല, അത്രയൊന്നും വളച്ച് ഒടിക്കേണ്ട ആവശ്യമില്ല. തൂവള്ള ഭാസ്കരൻ എന്നുള്ള പേരിനെ ഡീഫൈൻ ചെയ്ത് തീട്ടം ഭാസ്കരൻ എന്നാക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഡയലോഗും കാര്യങ്ങളും പല പല വിഷ്വൽസും പലരുടെ റിയാക്ഷൻസും ഒക്കെ കൊണ്ടുവന്ന് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഒരുപാട് നാടകീയ രംഗങ്ങൾ, ഇതിലെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ്, വൈകാരികതയ്ക്ക് വേണ്ടിയിട്ട് കുത്തി നിറച്ച്, പിന്നെ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിന് ഒരു രക്ഷകൻ പരിവേഷം കൊടുക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡ്രോബാക്കുകളുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു ഭയങ്കര സ്പീഡി ആയിട്ട് പോകുന്ന ഫസ്റ്റ് ഹാഫ്, കുറച്ച് എഴഞ്ഞെഴഞ്ഞ് പോകുന്ന ഒരു സെക്കൻഡ് ഹാഫ്. പക്ഷെ ആകെ മൊത്തത്തിൽ അവസാനം നോക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ക്യാരക്ടേഴ്സിനെ പിടികിട്ടുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ തന്നെ ഇരുന്ന് ചിന്തിക്കണം. ഒരു പക്ഷേ സ്പൂൺ ഫീഡിങ് വേണ്ട എന്നുള്ളതായിരിക്കാം. പക്ഷേ അനാവശ്യമായിട്ടുള്ള മാസ് രംഗങ്ങളെ കട്ട് ചെയ്തിട്ട് കുറച്ചുകൂടെ ഈ കഥാപാത്രങ്ങളുടെ ഡെപ്തിലേക്ക് ഇറങ്ങി ചെന്നിരുന്നെങ്കിൽ, ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ഒരു പാസ്റ്റ് കാണിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാമായിരുന്നു എന്നുള്ള തോന്നലാണ്. ജെയ്ക്സ് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ചിലയിടത്തൊക്കെ എനിക്ക് വർക്കായി, ചിലയിടത്തൊക്കെ വെറും എന്താ പറയുക, ഒരു ഡപ്പാങ്കൂത്ത് സ്റ്റൈലിലൊക്കെ ആക്കി കളഞ്ഞു. ബുദ്ധം ശരണം ഗച്ഛാമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാസ് BGM ഒക്കെ ഉണ്ട്. ആ സാധനം എനിക്ക് വർക്കായി. പക്ഷേ അതിൻ്റെ റെലവൻസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു പക്ഷേ സിനിമയുടെ ടോട്ടാലിറ്റി എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കാം. കണ്ട നിങ്ങളുടെ അഭിപ്രായം കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിരിക്കാം. അത് രേഖപ്പെടുത്തുക. കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.